തിരുവോസ്തി കാണുന്നു ഞാൻ ഈശോ നിൻ ദിവ്യരൂപം. കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. അതിമോദം ഞങ്ങൾ ചേർന്ന് പാടാം. നമ്മുടെ കുടുംബത്തിൽ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പാടാം. നമ്മളായിരിക്കുന്ന ദേശത്തെ സമർപ്പിച്ചുകൊണ്ട് പാടാം. നമ്മുടെ ജന്മനാടായ കേരളത്തെ സമർപ്പിച്ചുകൊണ്ട് പാടാം. നമ്മുടെ രാജ്യത്തെ സമർപ്പിച്ചുകൊണ്ട് പാടാം. ഈ ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് പാടാം. നമ്മുടെ ഇരുക്കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് എത്രമാത്രം സ്തുതിക്കാൻ സാധിക്കുമോ അത്രമാത്രം ഉച്ചത്തിൽ സ്തുതിച്ച് ആരാധിക്കട്ടെ. യേശുവേ, ആരാധന ആരാധന ആരാധന. കർത്താവേ, നിന്റെ വെളിപാടുകൾ ഉണ്ടാകട്ടെ. കർത്താവേ, ഈ ദിവ്യകാരുണ്യത്തിന്റെ ശക്തി ഞങ്ങളായിരിക്കുന്ന മേഖലയിലേക്ക്, ഞങ്ങളായിരിക്കുന്ന ഭവനത്തിലേക്ക് കടന്നു വരണം. യേശുവിന്റെ വചനത്തിന്റെ ശക്തി ഈ നിമിഷം കടന്നു വരട്ടെ. റോമ 10:13 കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. പുറപ്പാട് 14:14 കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നീ ശാന്തനായ ഇരുന്നാൽ മതി. ലൂക്ക 1:37 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മത്തായി 7:7 ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഈ വചനങ്ങളുടെ ശക്തി ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിലേക്ക്, ഞങ്ങളായിരിക്കുന്ന ദേശത്തിലേക്ക് കടന്നു വരണമേ. ആത്മാവിന്റെ വലിയ ശക്തി ഈ നിമിഷം കടന്നു വരട്ടെ. പ്രവാചകന്മാരെ പോലെ ഞങ്ങൾ ആരാധിക്കുകയാണ്, രക്തസാക്ഷികളുടെ പോലെ ഞങ്ങൾ ആരാധിക്കുകയാണ്, സ്ലീഹന്മാരുടെ പോലെ ഞങ്ങൾ ആരാധിക്കുകയാണ്, വിശുദ്ധന്മാരുടെ പോലെ ഞങ്ങൾ ആരാധിക്കുകയാണ്. കർത്താവേ, സഭ പിതാക്കന്മാരെ പോലെ ഞങ്ങൾ ആരാധിക്കുന്നു. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് സ്തുതിച്ച് ആരാധിക്കട്ടെ. യേശുവേ, കർത്താവേ, നിന്റെ നാമം മഹത്വപ്പെടുത്തട്ടെ. നീയാണ് സർവരക്ഷകൻ, നീ മാത്രമാണ് ഞങ്ങൾ സങ്കേതം, നീ മാത്രമാണ് ഞങ്ങൾ രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന ഉറച്ചു വിശ്വസിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ആരാധന 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 ആരാധന. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. സങ്കീർത്തനം 46:10 ഒപ്പമാകാൻ വേണ്ടി അപ്പമായി തീർന്നവൻ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഇല്ലാതായി തീർന്നവൻ. ആ ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കി നിൽക്കാം. ഈ നിമിഷം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. വിശുദ്ധ ചാവറ പിതാവ് പറയുന്നുണ്ട്, അമ്മയോട് ചേർന്ന് വല വീശിയതൊന്നും എനിക്ക് ലഭിക്കാതെ പോയിട്ടില്ല എന്ന്. ഒരുമിച്ച് പാടാം.
അങ്ങേക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ചെയ്യാതിരിക്കട്ടെ. പാപികളായിരുന്നിട്ടും ദിവ്യകാരുണ്യം വഴി ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നരുളി ചെയ്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44-ാം വാക്യം. സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ഈ നിധി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വയൽ എന്ന് പറയുന്നത് പരിശുദ്ധ കന്യാമാതാവാണ്. ഈ അമ്മയെ സ്വന്തമാക്കുന്ന വ്യക്തിക്ക് ക്രിസ്തുവിനെ ലഭിക്കും. കാരണം പരിശുദ്ധനായവനെ പരിശുദ്ധിയിൽ വളർത്തിയവളാണ് പരിശുദ്ധ കന്യാമാതാവ്. ഈ അമ്മയുടെ കരങ്ങളിൽ നിന്റെ വ്യക്തി ജീവിതങ്ങളെ സമർപ്പിച്ച് ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നിന്നെ ക്രിസ്തുവിന് അനുരൂപനായി വളർത്തും. എന്താണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം? അമ്മയുടെ ആന്തരിക ജീവിതത്തെ ഈ ലോകത്തിനെ വെളിപ്പെടുത്തിയതാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം. ഒന്നും കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ, എല്ലാ മനുഷ്യർക്കും ബാഹ്യവും ആന്തരികമായ അവസ്ഥയുണ്ട്. ഞാനാകുന്ന വ്യക്തി നിങ്ങളുടെ മുമ്പിൽ കാണുന്നത് എൻ്റെ ബാഹ്യമായ അവസ്ഥയാണ്. ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രം, എൻ്റെ ശരീരം, എന്നെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, അതെല്ലാം എൻ്റെ ബാഹ്യമായ അവസ്ഥയാണ്. ഇതുപോലെ എൻ്റെ ആന്തരികമായ അവസ്ഥ അത് മറ്റുള്ളവർക്കൊന്നും മനസ്സിലാകുകയില്ല. അത് എൻ്റെ ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ. ഇതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ ആന്തരിക അവസ്ഥയെ ഈ ലോകത്തിനും സഭയ്ക്കും വെളിപ്പെടുത്തിയതാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം. ഈശോയുടെ തിരുഹൃദയം ഒന്നും മാറ്റിവെക്കാതെ എല്ലാം നൽകിയ തിരുഹൃദയമാണ്. അമ്മയുടെ തിരുഹൃദയം എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ക്രിസ്തുവിന് നൽകിയ ഹൃദയമാണ്. ഈ അമ്മയുടെ ഹൃദയത്തിലേക്ക് നിന്റെ വ്യക്തി ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എല്ലാ തിന്മകളിൽ നിന്നും നിന്നെ രക്ഷിച്ചുകൊള്ളും. ഒരു തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ പരിശുദ്ധ അമ്മ അമ്മയുടെ നീലങ്കിക്കുള്ളിൽ എന്നെയും നിന്നെയും കാത്തുരക്ഷിക്കും. അതുകൊണ്ടാണ് സഭ ഇപ്രകാരം പറയുന്നത്, എത്ര വലിയ പാപിയായിരുന്നാലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതീക്ഷിച്ചാൽ ആ വ്യക്തിയെ സ്വർഗത്തിൽ അമ്മ എത്തിച്ചേർക്കുമെന്ന്. സ്നേഹമുള്ളവരെ, 1648 വിശുദ്ധ ജോൺ ലൂസ് എന്ന മനുഷ്യനാണ് ആദ്യമായി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുക. അത് കഴിഞ്ഞ് ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ആ 3 കുട്ടികളോട് പറയുകയാണ്, ഈ ലോകം മുഴുവൻ എൻ്റെ വിമല ഹൃദയത്തിലേക്ക് പ്രതീക്ഷിക്കുക. അതുപോലെ തന്നെ റഷ്യ എന്ന രാജ്യത്തെ എൻ്റെ വിമല ഹൃദയത്തിൽ പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കാൻ ആ പിള്ളേരോട്, ആ കുട്ടികളോട് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്. അങ്ങനെ 1942 മെയ് 12-ാം തീയതി 12-ാം പിയൂസ് മാർപ്പാപ്പയാണ് റഷ്യ ഉൾപ്പെടെ ലോകമുള്ള എല്ലാ രാജ്യങ്ങളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ചത്. അത്ഭുതമെന്ന് പറയട്ടെ, അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ യുദ്ധങ്ങളും അവസാനിക്കുകയാണ്. മഹാമാരിയിൽ നിന്നെല്ലാം മനുഷ്യരെ രക്ഷിക്കുകയാണ്. ഇതെല്ലാം ലോകത്തിൻ്റെ ചരിത്ര താളുകളിൽ എഴുതി വച്ചിരിക്കുന്ന സത്യമാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നിന്റെ ജീവിതങ്ങളെ, നിന്റെ സഹനങ്ങളെ, നിന്റെ വേദനകളെ, നിന്റെ രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവാണ് അവിടെ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെക്കുറിച്ച് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഞാൻ പറയണമെങ്കിൽ പറയുന്നതിൻ്റെ കാരണം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹം ഞാൻ അനുഭവിച്ചത് കൊണ്ടാണ്. നമുക്കറിയാം, 33 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ. ഈ പ്രാർത്ഥന ഞാൻ അർപ്പിച്ചത് എൻ്റെ തിരുപ്പട്ടത്തിൻ്റെ ഒരുക്ക ദിവസമായിരുന്നു. മാതാപിതാക്കൾ കോവിഡ് പിടിച്ചതിനാൽ
മാതാപിതാക്കളില്ലാതെ തിരുപ്പട്ടം സ്വീകരിക്കുന്ന സമയത്ത് ആ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ശക്തിയായത്, എനിക്ക് പ്രതീക്ഷ നൽകിയത് ഈ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമാണ്. ഇന്ന് ലോകം കോവിഡ് മഹാമാരിയിലൂടെയല്ല കടന്നു പോകുന്നത്, ഒത്തിരി വേദനകളുടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. രോഗങ്ങളുടെയും സഹനങ്ങളുടെയും സാമ്പത്തികമായ ഞെരുക്കങ്ങളുടെയുമാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. സ്നേഹമുള്ളവരെ, ഒന്നുറപ്പാണ്, നിന്റെ സഹനങ്ങളെയും നിന്റെ വേദനകളെയും നിന്റെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രശ്നവും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ക്രിസ്തു അവിടെ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം കാണുമ്പോൾ 4 പ്രതീകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ പ്രതീകം മാതൃസ്നേഹത്തിൻ്റെ ഹൃദയമാണ്. വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ അമ്മയുടെ ഹൃദയം ഒരു മാതൃസ്നേഹം കാണിക്കുന്നത്. കാനായിലെ കല്യാണ ഭവനത്തിലും എലിസബത്തിൻ്റെ വീട്ടിലും പെന്തക്കുസ്ത ഭവനത്തിലുമെല്ലാം പരിശുദ്ധ അമ്മ മറ്റുള്ളവരെ താങ്ങി നിർത്തുന്ന അമ്മയുടെ ഒരു മാതൃക സ്നേഹമാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രതീകമെന്ന് പറയുന്നത് അഗ്നിയാണ്. പരിശുദ്ധ അമ്മയുടെ ഹൃദയം എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരുന്ന ഹൃദയമാണ്. എന്തിനു വേണ്ടിയാണ് ജ്വലിച്ചത്? എല്ലാ മനുഷ്യരും എല്ലാ ആത്മാക്കളും രക്ഷ പ്രാപിക്കണമെന്നായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ എല്ലാ മക്കളും സ്വർഗത്തിലെത്തണം. ഇതാണ് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത വാളാണ്. നമുക്കറിയാം, വാൾ സഹനത്തെയാണ് ചൂണ്ടുകാണിക്കുന്നത്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ സഹനത്തിലൂടെ കടന്നുപോയവളാണ്. ക്രിസ്തു കാലിത്തൊഴുത്ത് മുതൽ കാലുവരെ വരെ നടന്നു നീങ്ങുമ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് സഹിക്കുന്നവൻ്റെ വേദന മനസ്സിലാക്കാം. ഏതൊരു മകനും സഹിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ, പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വഹിച്ചാൽ പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കും. കാരണം അവൾ സഹിച്ചവളാണ്. നാലാമത്തെ പ്രതീകം റോസാപ്പൂവാണ്. പരിശുദ്ധ അമ്മയുടെ വലിയൊരു പ്രത്യേകതയാണ് വിശുദ്ധി നിറഞ്ഞ ജീവിതം. പരിശുദ്ധ അമ്മ എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശ്രമിച്ചിരുന്നു. ഇന്ന് ലോകം തിന്മ നിറഞ്ഞ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. എൻ്റെയും നിൻ്റെയോ പ്രയത്നം കൊണ്ടോ നിൻ്റെ കഴിവ് കൊണ്ടോ നിൻ്റെ ശക്തി കൊണ്ടോ നമുക്ക് വിശുദ്ധനാകുവാൻ സാധിക്കുകയില്ല. അവിടെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം ഈ ക്രിസ്തുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, പരിശുദ്ധ അമ്മയോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കുമാരന് പറഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ മേൽത്തരം വീഞ്ഞാക്കി തീർക്കും. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിലായിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ തൻ്റെ അവസാന സമയത്ത് യോഹന്നാനോട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മ എന്ന്. മാനവകുലത്തിനെ പരിശുദ്ധ അമ്മയെ ക്രിസ്തു സമ്മാനിക്കുകയാണ്. ആ അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ സർവശക്തനായ ദൈവം അവിടുത്തെ കരുണയുള്ള കരണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അന്ധനെ സൗഖ്യമാക്കിയ അങ്ങയുടെ കരം, കുഷ്ഠരോഗിയെ എഴുന്നേൽപ്പിച്ച നിന്റെ കരം, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ നിന്റെ കരം, പിശാച് ബാധനെ സുഖപ്പെടുത്തിയ നിന്റെ കരം, ലാസറിനെ ജീവിതത്തിലേക്ക് ഉയർത്തിയ നിന്റെ കരം, ഞങ്ങൾക്ക് വേണ്ടി ആണികൾ തറയ്ക്കപ്പെട്ട നിന്റെ കരം, ഈ നിമിഷം ഞങ്ങൾ ദേശത്തിലേക്ക്, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബാവസ്ഥയിലേക്ക്, ഞങ്ങളുടെ പഠന അവസ്ഥയിലേക്ക് എല്ലാം നീട്ടണമേ. ദൈവത്തിൻ്റെ വലിയ കൃപ ഞങ്ങളിലേക്ക് ചൊരിയണമേ. കർത്താവെ, കൂടെ ആയിരിക്കാൻ വേണ്ടി നീ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. കർത്താവെ, ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് എത്രമാത്രം സ്തുതിക്കാൻ പറ്റുമോ അത്രമാത്രം സ്തുതിച്ചുകൊണ്ടൊന്ന് യേശുവിനെ നന്ദി പറയാം. യേശു ആരാധന, ആരാധന, യേശു ആരാധന, 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 ആരാധന. കർത്താവെ, ദൈവമേ ഞങ്ങളോടായിരിക്കണമേ. കർത്താവിന്റെ വലിയ കൃപ ഞങ്ങളെ നൽകണമേ. അഭിഷേകം ഞങ്ങൾ നൽകണമേ. കർത്താവിന്റെ വലിയ അഭിഷേകത്തിൽ ജീവിക്കുവാനുള്ള വലിയ കൃപ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിക്കുവാനുള്ള വലിയ കൃപ നൽകണമേ. ദൈവമേ, ആരാധന, 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 ആരാധന. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ
സ്നേഹമുള്ളവരെ, കാനായിൽ കല്യാണ വിരുന്നിൽ കടന്നു വന്ന് ആ കുടുംബത്തിലെ കുറവുകൾ മനസ്സിലാക്കി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ആ കുടുംബത്തിലെ നിറവുകളാക്കിയ ക്രിസ്തുവാണ് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ ഒത്തിരി കുറവുകളുണ്ട്. പരസ്പരം സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, സ്വയം എളിമപ്പെടുവാൻ സാധിക്കാത്ത അവസ്ഥ, എല്ലാം ഈ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. ക്രിസ്തുവിന് അവിടെ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും. ദൈവത്തിന് മാത്രമേ നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ നിമിഷം നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, കുറവുള്ളവരാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ, സ്നേഹിക്കാൻ പറ്റാത്ത ജീവിതങ്ങളാണ് ഞങ്ങളുടെ ജീവിതം. കർത്താവെ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടി എളിമപ്പെടാൻ സാധിക്കുന്നില്ല. കർത്താവെ, നിന്റെ അമ്മയുടെ സാന്നിധ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അമ്മ കടന്നു വരുന്ന കുടുംബങ്ങളിലെല്ലാം നിറവുകളാക്കി മാറ്റിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഈ നിമിഷം ഞങ്ങൾ കുടുംബത്തിലേക്ക്, ഞങ്ങൾ രോഗാവസ്ഥയിലേക്ക്, ഞങ്ങൾ വേദനകളിലേക്ക് കടന്നു വരണമേ. അമ്മേ മാതാവേ, അമ്മയുടെ തിരുക്കുമാരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അരികിൽ വരണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പാടുകയാണ്. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായി എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായി എൻ്റെ ഉള്ളം. ശിമയോന്റെ അമ്മായിമ്മയുടെ ഭവനത്തിൽ ചെന്ന് അവളുടെ പനി സുഖമാക്കിയ യേശുവേ, ഈ നിമിഷം ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ എല്ലാ രോഗികളെയും നിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നീയാണ് സുഖപ്പെടുത്തുന്ന കർത്താവ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. കർത്താവേ, ക്യാൻസർ രോഗം മൂലം ഒത്തിരി വേദന അനുഭവിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. കോവിഡ് മഹാമാരിയിലൂടെ കടന്നു പോകുമ്പോൾ, അതിൻ്റെ രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി വേദന അനുഭവിക്കുന്ന മക്കളുണ്ട്. ദൈവമേ, ഈ നിമിഷം എല്ലാ മക്കളെയും നിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരെ ശുശ്രൂഷിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ എല്ലാവരെയും നിന്റെ മുമ്പിലേക്ക്, നിന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾ ഒന്നും കൂടെ ആയിരിക്കണമേ. അമ്മയുടെ നീലങ്കിക്കുള്ളിൽ എന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. പ്രത്യേകിച്ച് രോഗികളായി കഴിയുന്ന, ഹോസ്പിറ്റലും വീടുകളും കഴിയുന്ന എല്ലാ രോഗികളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് തിരുക്കുമ്മനോട് പ്രാർത്ഥിക്കുകയാണ്. അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ മകനോട് പറഞ്ഞ് വാങ്ങിച്ചു തരണമേ. പരിശുദ്ധ അമ്മ, നമ്മുടെ ഇരു കരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്കൊന്ന് സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളെ രോഗാവസ്ഥയിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധികളിലും വേദനകളിലും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലേക്ക് ഞങ്ങൾ കടന്നു വരണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവെ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ രോഗങ്ങൾ സുഖമാക്കുവാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ രോഗങ്ങൾ സുഖമാകുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. കർത്താവെ, ഈ ദിവ്യകാരുണ്യത്തിന്റെ ശക്തി ഈ നിമിഷം എല്ലാ രോഗികളിലേക്കും, കർത്താവെ, നിന്റെ വിലയേറെ കരുണയുള്ള കരം എല്ലാ രോഗികളിലേക്ക് നീട്ടണമേ എന്ന് ഞങ്ങൾ പാടി പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, ആരാധന, ആരാധന. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അരുളി ചെയ്ത തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ യേശുവേ, ഈ നിമിഷം എല്ലാ യുവതി യുവാക്കളെ നിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് തെറ്റായ സ്നേഹബന്ധങ്ങളിൽ മുഴുകിയിരിക്കുന്ന എല്ലാ യുവതി യുവാക്കളെ നിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കമരുന്നിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ മക്കളിലേക്ക് വലിയൊരു മാനസാന്തരത്തിന് വലിയ കൃപ നൽകണമേ. പരിശുദ്ധ അമ്മയുടെ ഹൃദയം എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചവളാണ്. കർത്താവെ, ഈ നിമിഷം ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, എല്ലാ രോഗികൾ, എല്ലാ
പാപികളായി കഴിയുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നിന്റെ സ്നേഹം അനുഭവിക്കാതെ വിശ്വാസമില്ലാതെ ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മക്കളിലേക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയൊരു അത്ഭുതം ആ മക്കളിലേക്ക് ഉണ്ടാകണമേ. ജീവിക്കുന്ന ദൈവം നീയാണെന്ന് മനസ്സിലാക്കാനുള്ള വലിയ കൃപ നൽകണമേ. പ്രത്യേകിച്ച് അവർക്ക് വലിയൊരു മാനസാന്തരത്തിന്റെ കൃപ നൽകണമേ. ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കുവാൻ, നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള വലിയ കൃപ ആ മക്കളൊക്കെ നൽകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് ആരാധിക്കുന്നു. യേശുവേ, ആരാധന ആരാധന. കർത്താവേ, ദൈവത്തിന്റെ വലിയ കൃപ എല്ലാ പാപികളായി കഴിയുന്ന മക്കളിലേക്ക് കടന്നു വരണമേ. കർത്താവേ, മാനസാന്തരത്തിന്റെ കൃപ മക്കളിലേക്ക് ഉണ്ടാകണമേ. ദൈവമേ, ചെയ്യുന്നത് തെറ്റാന്ന് മനസ്സിലാക്കാനുള്ള വലിയ കൃപ നൽകണമേ. പാപമോചനത്തിന്റെ വലിയ കൃപ, സംസാരിക്കാനുള്ള വലിയ കൃപ ആ മക്കളിലേക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പാടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആരാധന 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 ആരാധന. ഈ നിമിഷം എല്ലാ വൈദികരെയും സന്യസ്തരെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഒത്തിരി വേദനകളുടെയാണ് വൈദികരും സന്യസ്തരും എല്ലാം കടന്നു പോകുന്നത്. വൈദികരാജ്ഞായി പരിശുദ്ധ കന്യാമറിയമേ, ഈ നിമിഷം അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവേ, ലോകസുഖങ്ങളിൽ മുഴുകാതെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിനക്ക് വേണ്ടി ജോലി ചെയ്യുവാനുള്ള വലിയ കൃപ ആ മക്കളിലേക്ക് എല്ലാ വൈദ്യർക്കും സന്യാസർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നമ്മളെ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് പാടാം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായി നിന്റെ ഉള്ളം. ചേർന്ന് പാടാം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായി നിന്റെ ഉള്ളം. നമ്മുടെ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് എത്രമാത്രം സ്തുതിക്കാൻ പറ്റുമോ അത്രമാത്രം സ്തുതിച്ചുകൊണ്ട്, കർത്താവേ, ദിവികാരുണ്യത്തിന്റെ ശക്തി നിമിഷം ഞങ്ങളിലേക്ക് കടന്നു വരണമേ. കർത്താവേ, ദിവികാരുണ്യത്തിന്റെ ആസ്വാദന സമയത്ത് കർത്താവേ, ഞങ്ങളുടെ നിയോഗം നിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നീയാണ് സുഖപ്പെടുത്തുന്ന കർത്താവ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. എല്ലാ രോഗികളിലേക്ക് കർത്താവേ, നിന്റെ കരുണ വർഷിക്കണമേ. നിന്റെ വിലയേറിയ കരുണയുള്ള കരം നീട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആരാധന ആരാധന ആരാധന. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൽ മറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതനേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. ഈശ്വരാധന. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും
പുകഴ്ചയും